മനുഷ്യൻ എന്തിനാണ് മനുഷ്യരുണ്ടാക്കേണ്ട ആവശ്യം? മനുഷ്യരല്ലേ മനുഷ്യനുണ്ടാക്കുന്നത്. എന്തിനാണ് ഉണ്ടാക്കേണ്ട ആവശ്യമെന്ന്, എന്തിനാണ് ശാസ്ത്രജ്ഞന്മാർ മനുഷ്യനുണ്ടാക്കണം എന്ന് പറയുന്ന പ്രശ്നം അവരുടെ മുന്നേ വരുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ തന്റെ ചോദ്യവും തന്റെതാണ്. ഒരു ശാസ്ത്രജ്ഞനും ഇങ്ങനെ ഒരു ചോദ്യം ഇല്ല. അവരാരും മനുഷ്യരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ചുമ്മാ പുല്ല് പോലെ ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. വേസ്റ്റ് ആണ്. തന്നെ പോലുള്ള വേസ്റ്റുകൾ എന്തിനാണോ ഉണ്ടാക്കുന്നത്? എന്ത് കാരണം കൊണ്ട് ഉണ്ടാക്കണേ? അപ്പൊ ഈ ആദവും ഹവ്വയും എങ്ങനെ ഉണ്ടായി? അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല, കഥയ്ക്കകത്ത് മാത്രം. അപ്പൊ എങ്ങനെയാ ജീവൻ ഉണ്ടായത്? ജീവൻ ഉണ്ടാവണ്ടേ? അത് ആദ്യത്തെ ജീവൻ എങ്ങനെ ഉണ്ടായതിനെ പറ്റിയാ ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. അതൊന്നും വേണ്ട, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ഞാൻ പറഞ്ഞത് മനുഷ്യനല്ല ഉണ്ടായിട്ടുള്ളത്. പിന്നെ അപ്പൊ ഇയാള് മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മനുഷ്യനല്ലാതാവും. താനും ഞാനും തമ്മിലുള്ള ഇപ്പൊ വെളുത്തും കറുത്തും ചുവന്നും ഒക്കെ ഇരിക്കുന്ന മഞ്ഞയൊക്കെ ആയിട്ടിരിക്കുന്ന മനുഷ്യരെ പുറകോട്ട് പരിശോധിച്ച് ചെല്ലുമ്പോൾ ഇവർ തമ്മിൽ ചേർന്ന് പുറകോട്ട് നമുക്ക് കാണാൻ പറ്റുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചത് ഓരോ ചെറിയ വേരിയേഷൻ കൊണ്ടാണ് ആ വ്യത്യാസങ്ങൾ ഉണ്ടായത്. ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന സകല കുരങ്ങുകൾക്കും മനുഷ്യർക്കും പൊതുപൂർവികനുണ്ടാകും. ആ പൊതുപൂർവികനിൽ നിന്ന് വ്യത്യസ്തതകൾ ആർജിക്കുന്നത് വഴിയാണ് അല്ലാതെ കുരങ്ങല്ല മനുഷ്യനാകുന്നത്. എല്ലാ ശാഖയ്ക്കും തുമ്പുണ്ട്. ആ ഒരു തുമ്പിലുള്ള ഇത് ജീവിയാണ് മനുഷ്യൻ. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഒരു ജീവൻ ഉണ്ടാകുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. വേണ്ട, അതിനൊരു പുരുഷന്റെ സഹായം കൂടി വേണം. അതുകൊണ്ടാണ് ജീവൻ. ഞാൻ പറഞ്ഞില്ല, ഇയാൾ ഈ അല്ലാതെ എങ്ങനെയാ ജീവൻ ഉണ്ടാകുന്നത്? അതാണ് ജീവൻ ഉണ്ടാകുന്ന ശിശുക്കൾ അങ്ങനത്തെ അതല്ലേ. ബാക്ടീരിയ ഉണ്ടാകുന്നത് ജീവൻ ഉണ്ടാകുന്നതും ബീജവും വേണമല്ലോ. വേണ്ട, ചോദ്യം സാർ ഇപ്പൊ പറഞ്ഞു വെച്ചെടുത്ത് നമ്മൾ എന്തൊരു കഷ്ടമാണ്. താൻ ഈ അണ്ഡമെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കോശങ്ങൾ ചേർന്നതാ. ലക്ഷക്കണക്കിന് കോശങ്ങൾ ചേർന്ന ഒന്നാണ് ബീജം. ലക്ഷക്കണക്കിന് കോശങ്ങൾ ചേർന്നതാണ് അണ്ഡം. അതിനകത്തിരിക്കുന്ന ഓരോ കോശത്തിനും ജീവനുണ്ട്. കോശങ്ങൾ തമ്മിൽ ചേർന്ന് ജീവൻ ഉണ്ടായി നിൽക്കുന്നിടത്തു നിന്ന് ഉയർന്നു വന്ന അതിനെയാണ് നമ്മൾ എമർജന്റ് പ്രോപ്പർട്ടി എന്നാ പറയുന്നത്. ജീവൻ നിലനിൽക്കാൻ തന്നെ വളരെ പാടുള്ള ഒരു പ്രപഞ്ചമാണിത്. കുരങ്ങനിൽ നിന്ന് കുരങ്ങനും കടുവയിൽ നിന്ന് കടുവയും മനുഷ്യനിൽ നിന്ന് മനുഷ്യനും ഉണ്ടാവും. അതല്ലേ സാർ ആത്യന്തികം? അല്ലല്ല, അതല്ലേ മണ്ടന്മാര് പറയുന്ന എന്താ? അങ്ങനല്ല. പൊതുപൂർവികനായി മനുഷ്യനുണ്ടാവോ? കുരങ്ങിൽ നിന്നല്ല, ലോകത്തുള്ള എല്ലാ ജീവനും ഉണ്ടാവും. കുരങ്ങെന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ഒരു കുരങ്ങിൽ ഒരു വിഭാഗമാണ്, അല്ലാതെ മനുഷ്യൻ വേറെയല്ല. മദ്രസയിൽ ഒരിക്കലും അസംബന്ധം അല്ലല്ലോ പഠിപ്പിക്കുന്നത്. അത്ര മാത്രമേ പഠിപ്പിക്കാനൊക്കത്തുള്ളൂ, അല്ല പഠിപ്പിക്കാനൊക്കെ. അങ്ങനെയാണ് സാർ എനിക്ക് ഉത്തരം തരണമായിരുന്നു. എനിക്ക് ഉത്തരം തരാൻ ചോദ്യത്തിന് സാർ സ്ട്രൈറ്റ് തന്നില്ല. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എന്റെ ഉത്തരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്ക് മനസ്സിലാവും. ഓയിൽ ആൻഡ് ഗ്യാസ്, ഫയർ ആൻഡ് സേഫ്റ്റി, വെൽഡിംഗ്, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടെക്സ്റ്റോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യൂ, ജോലി ഉറപ്പാക്കും. മാറുന്ന പ്രപഞ്ചത്തിന് നമ്മൾ ഈ തരത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇതെങ്ങനെ സാധിക്കും എന്ന് ഇയാൾ ചോദിക്കുന്നത്. അത് ചോദിക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കുക. സാർ ഇതുമായിട്ട് തന്നെ അല്ല സാർ ഇതുമായിട്ട് ഈ ഉദാഹരണത്തിനകത്തൊന്നും ഇയാൾ ഒന്ന് രണ്ട് കാര്യം പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വേറെ കാര്യത്തിൽ പോകരുത്. ഇപ്പൊ ഭൂമിത്തെ രേഖയിലെ ചൂടും ഭൂമിത്തെ രേഖയിലെ ആകർഷണ ശക്തിയുടെ സമ്മർദ്ദം ഇത്രയും ഉള്ളത് കൊണ്ടാണ് ദ്രവത്വം എന്ന് പറയുന്ന ഗുണം അവിടെ ഉള്ളത്. ഇതേ 1.7 സെപ്റ്റില്യൻ ഈ മോളിക്യൂൾ ചേരുന്നത് ആർട്ടിക്കിലാണെങ്കിൽ അവിടെ ഖരത്വം ഉണ്ടാകുന്നത്, ദ്രവത്വം ഉണ്ടാകത്തില്ല. വെള്ളം ഉരുകി അല്ലെ ഐസ് ഉരുകി വെള്ളമാകുകയും വെള്ളം കട്ടിയായി ഐസാകുകയല്ല. ഈ കണ്ടീഷൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പം എസ്കിമോയെ സംബന്ധിച്ചോളം ഒരു കൊട്ട വെള്ളം എന്നല്ല അവർ പറയുന്നത്, ഒരു കൊട്ട ഐസ് എന്നാണ് പറയുന്നത്. ഒരു കൊട്ടയ്ക്കകത്ത് എടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഈ ഖരത്വം എന്ന് പറയുന്നതും ദ്രവത്വം എന്ന് പറയുന്നതും വാതകപരമായിട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ആവിയല്ല വാതകം. ആവി എന്ന് പറയുന്നത് ചെറിയ കണങ്ങളാണ്. പക്ഷെ അതിനല്ല അപ്പുറത്തുള്ളത് അദൃശ്യമായിരിക്കുന്ന വാതക രൂപത്തിൽ വെള്ളം ഇരിക്കും. ഈ മൂന്ന് ഗുണവും വാതക രൂപത്തിലിരിക്കുന്നതും ദ്രവത്വ രൂപത്തിലിരിക്കുന്നതും ഖര രൂപത്തിലിരിക്കുന്നതും വ്യത്യസ്തമായ സാഹചര്യത്തിൽ വ്യത്യസ്ത ഗുണങ്ങളോടെ നിൽക്കുന്ന വെള്ളം. പക്ഷെ വെള്ളം എന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ്? ഇളകുന്നതാണ് നമ്മുടെ കാര്യമുണ്ട്. നമ്മൾ ഭൂമധ്യ രേഖയിൽ ജീവിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ടാണ് വെള്ളമാണ് ഗ്യാസ് ആകുന്നതെന്നും വെള്ളമാണ് ഐസ് ആകുന്നതെന്നും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യമായിട്ടുള്ളതൊന്നല്ല. ദൃശ്യമായി മാറുന്ന സമയത്ത് ആ ഗുണം വേറെയാണ്. അപ്പോൾ വ്യത്യസ്ത സാഹചര്യത്തിൽ വ്യത്യസ്ത ഗുണമായിട്ട് ഇതേ കാര്യം തന്നെയായി മാറുന്നേ. തീർച്ചയായിട്ടും. അപ്പോൾ വലിയ തിരകൾ അടിച്ച് ഇത്ര ശക്തിക്ക് വരുന്ന സുനാമി വരുന്നത് ഈ ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് നിന്നാണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഓക്സിജൻ ആറ്റത്തിനകത്ത് നിന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് ഇത്രയും തമ്മിൽ ചേരുമ്പോഴാണ് അത്തരത്തിലുള്ള ഗുണങ്ങളുണ്ടാകുന്നത്. അപ്പം ഇതുപോലാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. പലതരത്തിലെ കെമിസ്ട്രി ചേർന്നപ്പോഴേ
അവിടെ ഈ ചേരുവ കൊണ്ടുണ്ടായ ഒരു ഗുണപരതയാണ് ഈ ജീവനില്ലാത്തതെന്ന് നമ്മൾ ഇന്ന് പറയുന്ന 2 തരത്തിൽ അനുഭവിക്കുന്നത്. അതിൻ്റെ കൂട്ടായ്മ വന്നപ്പോഴാണ് നമ്മളെപ്പോലുള്ള കൊച്ചു ജീവികളിൽ നിന്ന് വലിയ ജീവികളിലേക്ക് എത്തുന്നത്. സാർ, ഇപ്പം സ്വാഭാവികമായിട്ട് ഇസ്ലാം മതത്തിലാണെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിലും ആദവും ഹവ്വയാണ് ആദ്യത്തെ 2 ഒരു സ്ത്രീയും ഒരു പുരുഷനും എന്ന രീതിയിലാണ് വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഇപ്പോൾ സാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു ഇതുണ്ടല്ലോ, ജീവൻ ഉണ്ടാവുകയാണെന്നല്ലേ സാർ പറയുന്നത്? ജീവൻ ഉണ്ടാവുകയാണ്. നമ്മുടെ ഇത്ര കാലഘട്ടത്തിലുള്ള നമ്മുടെ ജീവിത രീതിയോ അല്ലെങ്കിൽ ജീവിത ഇതും വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പുരുഷനും ചേർന്നാൽ ഒരു ജീവൻ ഉണ്ടാവില്ല. ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന് അവരുടെ കൃത്യമായിട്ടുള്ള ആ ബീജങ്ങൾ തമ്മിൽ ചേർന്നാൽ മാത്രമേ പുതിയൊരു ജീവൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും? പുതിയ ജീവൻ ഉണ്ടായിട്ടില്ല. ജീവൻ ഉണ്ടാവുന്നു കൂട്ടെ, പുതിയത് വേണ്ട, ജീവൻ തുടരുന്നു. ഓക്കെ, ജീവൻ തുടരുന്നു. ജീവൻ ഈ താൻ പറയുന്ന ആണിലും താൻ പറയുന്ന പെണ്ണിലും തുടരുക മാത്രം. ഓക്കെ. അപ്പൊ ഈ ആദവും ഹവ്വയും എങ്ങനെ ഉണ്ടായി? അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല, കഥയ്ക്കകത്ത് മാത്രം. അപ്പൊ എങ്ങനെയാ ജീവൻ ഉണ്ടായത്? ജീവൻ ഉണ്ടാവണ്ടേ? അത് ആദ്യത്തെ ജീവൻ എങ്ങനെ ഉണ്ടായതിനെ പറ്റിയാ ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. അതപ്പോ ഇയാൾ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചു. ഞാൻ ഈ പറയുന്നത് പലതരം. ഞാൻ എങ്ങനെയാണ് വെള്ളം രൂപപ്പെടുന്നത്, അതൊന്നും വേണ്ട. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? മനുഷ്യൻ എനിക്കറിയണ്ടേ സാർ, എങ്ങനെ മനുഷ്യനുണ്ടായി? ഞാൻ പറഞ്ഞ മനുഷ്യനല്ല ഉണ്ടായിട്ടുള്ളത്. പിന്നെ അപ്പൊ ഇയാള് മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മനുഷ്യനല്ലാതാവും. അല്ല, സാറും മനുഷ്യനെ, ഞാൻ അപ്പൊ പിന്നെ കോമൺ ആണ്. അപ്പൊ കോമൺ ആയില്ലേ? അങ്ങനെ കോമണാലിറ്റി പോയി വരുമ്പോൾ ആ കോമൺ അല്ലാതിരിക്കുന്ന വ്യത്യാസങ്ങളോടിരിക്കുന്നതിനെയാണ് പൊതുപൂർവികൻ എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ താനും ഞാനും തമ്മിലുള്ള, ഇപ്പൊ വെളുത്തും കറുത്തും ചുവന്നും ഒക്കെ ഇരിക്കുന്ന മഞ്ഞയൊക്കെ ആയിട്ടിരിക്കുന്ന മനുഷ്യരെ പുറകോട്ട് പരിശോധിച്ച് ചെല്ലുമ്പോൾ ഇവർ തമ്മിൽ ചേർന്ന് പുറകോട്ട് നമുക്ക് കാണാൻ പറ്റുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചത് ഓരോ ചെറിയ വേരിയേഷൻ കൊണ്ടാണ് ആ വ്യത്യാസങ്ങൾ ഉണ്ടായത്. ആ വ്യത്യാസങ്ങൾ ഉണ്ടായതിൻ്റെ തുടക്കം തോന്നാവുന്നതെന്നുള്ളതാണ്, ഉണ്ടെന്നല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മരം, ഒരു ശാഖ 2 ശാഖയായി മാറുമ്പോൾ ഈ ശാഖയിൽ നിന്ന് വ്യത്യസ്തമായ ശാഖയായിട്ട് രണ്ടും നിൽക്കും. 2 ശാഖയും വ്യത്യസ്തമാണെന്ന് പറയും. പക്ഷെ പുറകോട്ട് നമ്മൾ പരിശോധിച്ചാൽ അത് ഒരിടത്ത് വന്ന് മുട്ടും. ആ മുട്ടുന്ന സ്ഥലത്തിനെ പൊതുപൂർവികൻ എന്നാണ് നമ്മൾ പറയുന്നത്. ആരാണ് പൊതുപൂർവികൻ? ഈ 2 എണ്ണത്തിനും ഇടം കൊടുത്തത്. ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന സകല കുരങ്ങുകൾക്കും മനുഷ്യർക്കും പൊതുപൂർവികൻ ഉണ്ടാവും. ആ പൊതുപൂർവികനിൽ നിന്ന് വ്യത്യസ്തതകൾ ആർജിക്കുന്നത് വഴിയാണ് അല്ലാതെ കുരങ്ങല്ല മനുഷ്യനാകുന്നത്. പൊതുപൂർവികനിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്നതാണ്. അത് ഇങ്ങനെ മനസ്സിലാക്കും. ഒരു ജീവനെ മരമാക്കി മനസ്സിലാക്കാമെങ്കിൽ മരത്തിന്റെ ഓരോ ശാഖയ്ക്കും ഒരു തുമ്പുണ്ട്. എല്ലാ ശാഖയ്ക്കും തുമ്പുണ്ട്. ആ ഒരു തുമ്പിലുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. മറ്റൊരു തുമ്പിലുള്ളതാണ് കുരങ്ങ്. മറ്റൊരു തുമ്പിലുള്ളതാണ്. മനസ്സിലായി. അപ്പൊ സാറ് പറയുന്ന ഈ മനുഷ്യോൽപത്തിയുടെ തുടക്കം എങ്ങനെയാ? അങ്ങനെ ഞാൻ പറഞ്ഞ ഉൽപ്പത്തി എന്ന് പറയുന്ന വാക്കൊക്കെ ഇയാൾ ഉപയോഗിക്കുന്നുണ്ട്. ഇയാൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത്. പരിണാമപരമായി നിരന്തരം, ഞാൻ പറഞ്ഞില്ലേ, തന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെയാണോ ഇരുന്നത്? അല്ല. അപ്പൊ അത്ര ലളിതമല്ലേ ഇത്? അപ്പൊ പിന്നെ അതിനുശേഷം ഉണ്ടായ ഞാൻ ചോദിക്കുന്നത്, താൻ അതിനകത്തൊരു കണ്ണി കാണാൻ പോലും കഴിയാത്ത അത്രയും ചെറുതായ ഒരു അണ്ഡവും ഒരു ബീജവും തമ്മിൽ ചേർന്നതാണ്. ആ അണ്ഡവും ബീജത്തിനും ജീവനുണ്ട്. അല്ല, തനിക്ക് മാത്രമല്ല ജീവനുള്ളത്, അണ്ഡത്തിനും ബീജത്തിനും ജീവൻ. തന്റെ അച്ഛന്റെ അമ്മയുടെയും ജീവനല്ലത്. പക്ഷേ പിന്നെ അത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോഴും ചോദ്യം നിൽക്കുക സാർ. അതായത് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഒരു ജീവൻ ഉണ്ടാകുന്ന നമ്മൾ വിശ്വസിക്കുന്നത്. വേണ്ട, അതിനൊരു പുരുഷന്റെ സഹായം കൂടി വേണം. അതുകൊണ്ടാണ് ജീവൻ. ഞാൻ പറഞ്ഞില്ല, ഇയാൾ ഈ അല്ലാതെ എങ്ങനെയാ ജീവൻ ഉണ്ടാകുന്നത്? അതാണ് ജീവൻ ഉണ്ടാകുന്ന ശിശുക്കൾ അങ്ങനത്തെ അതല്ല. ബാക്ടീരിയ ഉണ്ടാകുന്നത്, ജീവൻ ഉണ്ടാകുന്നത് ബീജവും വേണമല്ലോ. വേണ്ട, അതാണ് ഞാൻ ഈ പറയുന്നത്. ഇയാൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ശ്രദ്ധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ഇപ്പൊ ചോദിക്കത്തില്ല. ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ തോന്നുന്നുണ്ട്. 2 ജീവൻ ഉണ്ടാകുന്നതിന് 2 പേര് ചേരേണ്ട കാര്യമില്ലാത്തതാണ് ബാക്ടീരിയ രണ്ടാകുക ചെയ്യുന്നത്. അത് സാർ വിശ്വസിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായിരുന്ന? മനുഷ്യനില്ല അപ്പോഴും. അങ്ങനെ ആദ്യത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഈ അറിവില്ലാത്തവരുടെ ചോദ്യമാണത്. അങ്ങനെ അല്ലത്. പക്ഷേ നമ്മൾ ലോജിക്കായിട്ടൊരു ഉത്തരം സാർ തരുന്നില്ല. അത് ഇയാളുടെ ബോധ്യം, ഈ മറ്റു ബോധ്യം നിൽക്കുന്നതുകൊണ്ട് ആദ്യത്തെ മനുഷ്യനുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇയാൾ ചോദിച്ചോണ്ടിരിക്കുന്നത്. തുടർച്ചയാണുള്ളത്, നിരന്തരമായ മാറ്റമാണുള്ളത്.
മാറുന്നതിനകത്ത് നമ്മൾ മനുഷ്യരുണ്ടാക്കിയ കാറ്റഗറി കൊണ്ടാണ്. അല്ല, ആ നിരന്തരമായ മാറ്റം അത് പറയാൻ സമ്മതിക്കത്തില്ല. അല്ല, ഒറ്റ ചോദ്യം കൂടി, നിരന്തരമായ മാറ്റം എന്തുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഇയാൾ നിരന്തരം മാറി, ഇയാൾ ഇങ്ങനെ ആണ്. അല്ല, ഞാൻ പറഞ്ഞ പുതിയൊരു കുട്ടി ഉണ്ടാവണമെങ്കിൽ, ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ അച്ഛനും അമ്മയും ചേർന്ന് തന്നെ ഇപ്പോഴും കൊച്ചുണ്ടാവും. അതായത് സ്ത്രീയും പുരുഷനും ചേർന്നല്ലേ ഒരു കുഞ്ഞുണ്ടാവുന്നത്. എന്ത് ചെയ്യും? ഞാൻ ഈ പറയുന്ന വിഷയം തന്നെ അച്ഛൻ്റെ അമ്മയുടെയും അമ്മയ്ക്ക് ഒരു ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു പെൺകുട്ടിയെ ജനിക്കുമ്പോൾ അവക്കുണ്ടാകേണ്ട എല്ലാ മുട്ടയും അതിനകത്തുണ്ട്. 400 ചില്ലുവാനല്ല, 4 ലക്ഷം എങ്ങാണ്ടുണ്ട്. അത്രയും മുട്ടയുണ്ട് അതിനകത്തെ. അവരുടെ ജീവിതകാലത്ത് ഈ ബാക്കിയുള്ള ലക്ഷക്കണക്കിന് മുട്ട ഇല്ലാതായി പോവും. ഇല്ലാതായി പോയിട്ട് അതിനകത്തുനിന്ന് ഒരു 10-400 എണ്ണമാണ് അവളുടെ ജീവിതകാലത്ത് പുറത്തോട്ട് വരുന്നത്. അതിനകത്ത് തന്നെ വേറൊരു ബീജവുമായി ചേർന്നെങ്കിൽ മാത്രം ഉണ്ടാകുന്ന അമ്മയുടെ അകത്തു നിന്ന് അണ്ഡം എടുത്ത് നമ്മളിവിടെ പെട്ടിക്കകത്ത് സൂക്ഷിക്കാൻ പറ്റും. എവിടെന്നെങ്കിലും ആരുടെയെങ്കിലും ഒരു ബീജം എടുത്ത് അത് തമ്മിൽ ചേർത്താൽ അത് കുഞ്ഞുണ്ടാകും. അമ്മയും അച്ഛനും അറിയേണ്ട കാര്യമില്ല അതിന്. അതുകൊണ്ടാണ് ജീവൻ തുടരുകയാണ് ചെയ്യുന്നത്, തന്റെ അമ്മയുടെ രൂപത്തിലും അച്ഛന്റെ രൂപത്തിലും. അപ്പോഴും ആത്യന്തികമായിട്ട് ഇതിനകത്ത് വേണ്ട എന്താ? അണ്ടവും ബീജവും അല്ലേ? അല്ല, അതിന്റെ പുരുഷനും സ്ത്രീയും വേണ്ടേ? അല്ല, അപ്പൊ അങ്ങനെ രണ്ടുപേരുണ്ടായ ചോദ്യം ഞാൻ പറഞ്ഞ അത് ആത്യന്തികമായ ചോദ്യം. സാർ ഇപ്പൊ പറഞ്ഞു വെച്ചെടുത്ത് തന്നെ നമ്മൾ എന്തൊരു കഷ്ടമാണ്. താൻ ഈ അണ്ഡമെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് എന്താണ് കോശങ്ങൾ ചേർന്നതാ, ലക്ഷക്കണക്കിന്. അതിനെല്ലാം ജീവനുണ്ട്, അതിനെല്ലാം ജീവനുണ്ട്. അതാ അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ലക്ഷക്കണക്കിന് കോശങ്ങൾ ചേർന്ന ഒന്നാണ് ബീജം, ലക്ഷക്കണക്കിന് കോശങ്ങൾ ചേർന്നതാണ് അണ്ഡം. അതിനകത്തിരിക്കുന്ന ഓരോ കോശത്തിനും ജീവനുണ്ട്. കോശങ്ങൾ തമ്മിൽ ചേർന്ന് ജീവനുണ്ടായി നിൽക്കുന്നിടത്തു നിന്ന് ഉയർന്നു വന്ന അതിനെയാണ് നമ്മൾ എമർജന്റ് പ്രോപ്പർട്ടി എന്നാ പറയുന്നത്. ഉരുത്തിരിഞ്ഞു വരുന്ന കഴിവാണ്. ഈ ഇരിക്കുന്ന വസ്തുക്കൾ ചേർത്തപ്പോൾ കസേര എങ്ങനെയാണോ എമർജ് ചെയ്യുന്നത് പോലാണ് പുതിയ ജീവരൂപങ്ങൾ ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അല്ലാതെ കോശം, തൻ്റെ ശരീരത്തിലിരിക്കുന്ന ഒരു കോശം തനിക്ക് കാണാൻ കഴിയില്ല, അത്രയും ചെറുതാ. അത്രയും മനസ്സിലാവും. 37 ട്രില്യനോ അങ്ങനെയാണ്. എന്ന് പറയാനൊക്കെ പറയാൻ ഇയാൾക്ക് ഒന്നും അറിഞ്ഞൂടാ, വെറുതെ പറയല്ലേ, ഒന്നും അറിഞ്ഞിട്ടല്ല പറയാം. എങ്കിലും സാറ് ഞാൻ പറയുന്നത് അത്രയും കോശത്തിനും ജീവനുണ്ടെന്ന് അറിയണം. ഉണ്ടെന്നെല്ലാം ഞാൻ അംഗീകരിച്ചു. ഇല്ല, എന്റെ ലോജിക് ക്വസ്റ്റ്യൻ, അതായത് കോശവും എല്ലാം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോഴും എന്റെ ചോദ്യം അവിടെ ഇങ്ങനെ തന്നെ നിൽക്കുക. അതായത് ഒരു സ്ത്രീയുടെ അല്ലല്ല മനുഷ്യോൽപത്തിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഒരു സ്ത്രീയുടെ അണ്ടമോ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ബീജമോ തമ്മിൽ ചേർന്നിട്ടുള്ളൂ ഒരു ഇതുണ്ടാകുന്ന സാധനം ഒരു സംശയമില്ലല്ലോ. എനിക്ക് സംശയമില്ല എന്നുള്ളതല്ല, അങ്ങനെ അല്ലെന്ന് അറിയാവുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതാണ് ഇയാളെ അറിയാത്തത്. തന്റെ അതിനല്ലാതെ ഒരു ജീവൻ എന്ന സാർ ഉണ്ടാക്കി കാണിക്കാം. ഉണ്ടാക്കി, ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞ ഇതൊക്കെ നീ അറിഞ്ഞുകൂടാതെ പറയരുത്. പറയുന്നത് ഈ കോശത്തിനകത്തുനിന്ന് ഒരു കോശം എടുത്ത് അത് നിലനിൽക്കാൻ കഴിയുന്ന ഒരു ദ്രവത്തിനകത്ത് ഇട്ടാൽ അത് സ്വതന്ത്രമായ ജീവിയായി മാറും. മനുഷ്യനൊന്നും ആകത്തില്ല, അത് വേറെ ജീവി. അപ്പൊ പോയില്ലേ, തോറ്റില്ലേ സാറ്? മനുഷ്യനുണ്ടാവണം. അതാണ് എന്ത് ഞാൻ പറഞ്ഞു. മനുഷ്യൻ ഉണ്ടാക്കുന്നതിന് ഒരു പാടും ഇല്ല. ഇങ്ങനെ ഇയാൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇതുവരെ ഇത്രയും ശാസ്ത്രം ശാസ്ത്രം വളർന്നിട്ടില്ല. അത്രയേ ഉള്ളു. അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന പോലെ അത്ഭുതകരമായ കാര്യമൊന്നും അല്ല. അപ്പൊ എന്ത് വലുതായിരിക്കുമല്ലോ ദൈവം. ഒരു ശാസ്ത്രം ഇത്രയും ഈട്ട ദൈവം അല്ലെങ്കിൽ തന്നെ ഉണ്ടാക്കത്തില്ല. ഇത്രയും വിവരക്കെട്ട ഒരുത്തനെ ഈ അടുത്തിടയ്ക്ക് കണ്ടിട്ടുമില്ല. ഞാൻ ഒരു പരാജയവും ഇല്ല. താൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനത്തിനകത്ത് ഓരോ കോശത്തിനും ജീവനുണ്ട്. അത് തമ്മിൽ ചേർന്നുണ്ടാകുമ്പോ ഉണ്ടാകുന്ന ജീവനാണ് താൻ. അതെല്ലാം ഞാൻ അംഗീകരിക്കുമ്പോൾ അല്ല, അത് അംഗീകരിച്ചിട്ടില്ല. തനിക്കത് മനസ്സിലായിട്ടേ ഇല്ല. അംഗീകരിച്ചു, പക്ഷേ താൻ അത് അംഗീകരിക്കുന്നു പറയുമ്പോൾ തനിക്കത് മനസ്സിലായിട്ടല്ല. തന്റെ ശരീരത്തിലിരിക്കുന്ന ഓരോ കോശത്തിനും സ്വതന്ത്രമായ ജീവനുള്ളതാണ്. ജീവൻ തമ്മിൽ ചേർന്നുണ്ടായതാണ് പുത്തൻ രൂപങ്ങൾ. ബാക്ടീരിയയുടെ നിലവാരത്തിലുള്ള ജീവൻ ചേർന്നാണ് ചെടിയായതും മരവായതും മനുഷ്യനായതും ആനയായതും പട്ടിയായതും എല്ലാം. അല്ലാതെ ഇയാൾ വിചാരിക്കുന്നത് പട്ടിയിൽ നിന്ന് ആരംഭിക്കുകയോ അല്ല മനുഷ്യനിൽ നിന്ന് ആരംഭിക്കുകയോ അല്ലത്. ഓക്കെ, ഇതൊക്കെ സാറ് ആത്യന്തികമായി പറയുന്നത് ശാസ്ത്രീയ വശങ്ങളോട് കൂടിയാണ്. അതായത് ഇന്ന പോലെ ഒരു ശാസ്ത്രം പറയുന്നു അല്ലെങ്കിൽ ഇതാണ് സാറിന്റെ സത്യങ്ങൾ എന്ന് സാർ വിശ്വസിക്കുന്നത് ഒരു ഞാൻ ഈ വിശ്വസിക്കുന്ന കാര്യമല്ല. വിശ്വാസമെല്ലാം മാറ്റി സാർ അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്,
ഇത് പറഞ്ഞ ശാസ്ത്രത്തിന് എന്തുകൊണ്ട് അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല? മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കാനുള്ള കാലതാമസം മാത്രമേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ട്? ഒരു ആവശ്യവും ഇല്ലാത്തതുകൊണ്ട് തന്നെ പോലുള്ള കഴുതുകൾ ദിവസവും പിള്ളേരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എന്തിനാണോ അത് ഉണ്ടാക്കുന്നത്? സാറിന് രോഷാകുലനാകുന്നു. അങ്ങനെ രോഷാകുലം മുട്ടുമ്പോൾ കൊഞ്ചിനെ കാണിച്ചിട്ട് കാര്യമില്ല. അത് വിവരമില്ലാത്ത ചോദ്യമാണത്. അല്ല, വിവരമുള്ള ചോദ്യം. തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ല, മനുഷ്യനെ ഉണ്ടാക്കണ്ട. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് ദൈവം എന്നൊരു സാധനമില്ല, അല്ലെ മനുഷ്യോൽപ്പത്തിക്ക് ഇങ്ങനെ ഒരു ആദം ഹവ്വ തുടക്കമില്ല എന്ന് ശാസ്ത്രം തെളിയിക്കണമെങ്കിൽ ശാസ്ത്രം അങ്ങനെ ഒരു മനുഷ്യനെ ഉണ്ടാക്കി കാണിക്കട്ടെ. എന്താ കാണിക്കത്തെ? ശാസ്ത്രം മനുഷ്യനെ ഉണ്ടാക്കണം. ഈ ഉണ്ടായിരിക്കുന്ന സാർ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കോശങ്ങളിലൂടെ ഇങ്ങനെ രൂപാന്തരപ്പെട്ടാണെങ്കിൽ അങ്ങനെ അവർക്ക് അത് സൃഷ്ടിച്ചെടുത്തൂടെ? എന്തുകൊണ്ട് പറ്റുന്നില്ല? അതുകൊണ്ടാണ് ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരാളുണ്ട് സൃഷ്ടിക്കുകയൊന്നും അല്ലെന്ന്. താൻ ഒരുത്തനും ഒരു സാധനം ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യൻ സൃഷ്ടിക്കുന്നില്ല, ശാസ്ത്രം സൃഷ്ടിക്കുന്നില്ല. പരിണാമപരമായി ഇത് വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ഈ സൗമ്യതയുടെ പ്രശ്നമൊന്നും അല്ല. താൻ ആ വിഷയം മനസ്സിലാക്കാതെ വെറുതെ ആർഗ്യൂ ചെയ്യുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് വെറുതെ പ്രയോജനരഹിതമായി ഞാൻ മിണ്ടാൻ ബാധ്യത വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നിരന്തരം മാറുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി നമ്മൾ ചെയ്യുന്നതുള്ളൂ. മനുഷ്യരെ ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുകയല്ല, മനുഷ്യരെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ്. അങ്ങനെയാണ് ജീവൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഇന്ന് ആർട്ടിഫിഷ്യലായിട്ട് ജീവൻ ക്രൈഗ് വെൻഡർ എന്ന് പറയുന്ന ഒരാള് വിജയിച്ചു വന്നിട്ട് അതിനകത്ത് വിജയിച്ചതാണ്. മനുഷ്യനായോ? മനുഷ്യനാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. മനുഷ്യനാകേണ്ട ആവശ്യം നമുക്ക് അടിയന്തരമല്ലെന്ന്. അതല്ലേ അത് നമ്മൾ എന്റെ പോയിലേക്ക് വന്നു. ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് സ്പേസിൽ പറക്കാത്തത്, ശ്വാസം ഇല്ലാതെ പറക്കാത്തത്? നമ്മൾ സ്പേസിൽ എത്തിയിട്ടേ ഉള്ളു. നമുക്ക് ശ്വാസം ഇല്ലാതെ പറക്കുന്നിടത്ത് എത്തിയിട്ടില്ലെന്നുള്ള അർത്ഥമേ ഉള്ളു. ഈ ലോകത്തിനകത്ത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സാറിനോട് ഞാൻ ചോദിക്കുക, സാറേ ഈ 2026 വർഷമായിട്ടും ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ ശാസ്ത്രത്തിന് പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് നമ്മളൊക്കെ ആകുന്ന ഈ ഒരു ലോകം ഉണ്ടാക്കി ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചാൽ എന്നെ കുറ്റം പറയാൻ പറ്റുമോ? എന്തിനാണ് ശാസ്ത്രം തോറ്റില്ല ഇവിടെ ദൈവത്തിന് മുമ്പിൽ? എന്തിനാണ് മനുഷ്യനെ? അതിന് ഉത്തരം സാർ, മനുഷ്യനെ എന്തിനാണ് സാർ ഉത്തരം തരണം. വീണ്ടും വെറുതെ മിണ്ടാതെ ഇങ്ങനെ എന്റെ സമയം കളയരുത്. മനുഷ്യനെ എന്തിനാണ് മനുഷ്യരുണ്ടാക്കേണ്ട ആവശ്യം? മനുഷ്യരല്ലേ മനുഷ്യനുണ്ടാക്കുന്നത്? എന്തിനാണ് ഉണ്ടാക്കേണ്ട ആവശ്യമെന്ന്, എന്തിനാണ് ശാസ്ത്രജ്ഞന്മാർ മനുഷ്യനെ ഉണ്ടാക്കണം എന്ന് പറയുന്ന പ്രശ്നം അവരുടെ മുന്നേ വരുന്നത് എങ്ങനെയാണ്? ഈ ഏറ്റവും വലിയ അതിന്റെ ആത്യന്തികം എന്ന് പറയുന്നത് ഈ ആദവും ഹവവും അല്ല, അല്ലാതെ മനുഷ്യോൽപ്പത്തി അല്ല, സ്വയമായിട്ട് സാർ വിശ്വസിക്കുന്ന രീതിയിൽ വിശ്വസിക്കുന്ന ഒരു പറ്റ ജനങ്ങളുണ്ടല്ലോ ഇവിടെ. ശാസ്ത്രജ്ഞനും അതിനു മുമ്പിൽ തെളിയിക്കണ്ടേ? ഇതൊക്കെ തന്റെ ചോദ്യവും തന്റെതാണ്. ഒരു ശാസ്ത്രജ്ഞനും ഇങ്ങനെ ഒരു ചോദ്യം ഇല്ല. അവരാരും മനുഷ്യരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ായിട്ടുള്ള എന്റെ ഒരു ചോദ്യം, അതിന് ഉത്തരം ഇയാള് ഞാനീ പറഞ്ഞു, മനുഷ്യരെ ഉണ്ടാക്കാനായിട്ട് ഒരു ശാസ്ത്രജ്ഞനും ശ്രമിക്കുന്നില്ല. ജീവൻ ഉണ്ടാക്കാനേ ശ്രമിക്കുന്നുള്ളൂ, അല്ലാതെ മനുഷ്യനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം ചുമ്മാ പുല്ല് പോലെ ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. വേസ്റ്റ് ആണ്. തന്നെ പോലുള്ള വേസ്റ്റുകൾ എന്തിനാണോ ഉണ്ടാക്കുന്നത്? എന്ത് കാരണം കൊണ്ട് ഉണ്ടാക്കണേ? ഒരു കാര്യവും ഇല്ല. അത്രയും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കാനുള്ള അങ്ങനത്തെ ചോദ്യം ഈ ശാസ്ത്രജ്ഞന്മാരുടെ മുന്നിൽ ഇല്ല. ഇത് വെറുതെ ഈ യുക്തിവാദികളെ തോപ്പിക്കാൻ വേണ്ടി വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം ഒന്നേ ഉള്ളൂ. അല്ല, ശാസ്ത്രജ്ഞൻ ഉത്തരവ് ഇങ്ങനല്ല പറയുന്നത്. തന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനിരിക്കുകയല്ല ഞാനിവിടെ. അങ്ങനെ തന്നെയാണ്. താനൊരു മണ്ടക്കണയപ്പനാണ്. ആ മണ്ടക്കണയപ്പന്റെ ചോദ്യത്തിന് ഉത്തരം പറയല്ല എന്റെ പണി. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഇയാളീ പറയുന്ന ഓരോ വരിയും തൻ്റെ വിശ്വാസികളുടെ ജീവിതം തകർക്കുന്നതാണ്. കാരണം ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം താൻ വെറുതെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ശാസ്ത്രത്തിന്റെ മുമ്പിൽ മനുഷ്യരെ ഉണ്ടാക്കുന്ന ചോദ്യം ഇല്ല. ഇഷ്ടംപോലെ മനുഷ്യർ ഇവിടെ ഉണ്ട്. അവരുടെ എണ്ണം കുറയ്ക്കുന്നതിനെ പറ്റിയാണ് മനുഷ്യർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കോണം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇതുകൊണ്ടാണ് തൻ്റെ മുന്നിലുള്ള ഈ ചോദ്യം ഇല്ല അവർക്ക്. മനുഷ്യനെ ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത്. നമ്മളെ പോലുള്ള ജീവികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് ശാസ്ത്രം. അല്ലാതെ നമ്മളെ ഉണ്ടാക്കാനല്ല. നമ്മളെ ഉണ്ടാക്കാനായിട്ടല്ല, ജീവൻ എങ്ങനെ ഉണ്ടാകുന്നത് അന്വേഷിക്കുന്നു. അതിനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ആദ്യത്തെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജീവനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ അല്ലാത്ത എന്നുവെച്ചാൽ സാധാരണ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബാക്ടീരിയൽ ലെവലിലുള്ള സാധനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന കാരണം കൊണ്ട് പറ്റില്ല എന്നുള്ളതല്ല. അതൊരു അടിയന്തര ആവശ്യമല്ല. നമ്മുടെ അന്വേഷണത്തിനകത്തെ ഒരു ഏരിയ മാത്രമാണത്. ജീവൻ എങ്ങനെയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്നും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും
നിരന്തരമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോ ഈ ഇരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നതാ. നമ്മൾ ഒരു ടോപ്പിക്ക് തന്നെ ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുക സാർ. നമുക്ക് ഇത് കണ്ടുപിടിച്ച് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് തനിക്ക് എനിക്ക് ഉത്തരം സാറിന്റെ ഉത്തരം എനിക്ക് ദഹിക്കാൻ പറ്റുന്ന ഉത്തരം അല്ലാത്തവരായിരിക്കും ഞാൻ ഗ്രഹിക്കാനായിട്ട് പറ്റാതിരിക്കുന്നത് തന്റെ തലയ്ക്കകത്ത് നിറച്ച് ഈ മതബോധം അതുകൊണ്ടാണ് ഒരു പാത്രത്തിനകത്ത് ഒഴിക്കാൻ പറ്റത്തില്ല. അതായിരിക്കാം അത് അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോ കേട്ടോണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകും താനെ പറയുന്ന കാര്യമല്ല കേൾക്കേണ്ടതെന്ന്. അതെനിക്ക് സംശയമൊന്നുമില്ല, അത് സംശയമൊന്നും എനിക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ തരത്തിലുള്ള ഒരു മനുഷ്യനെ ഉണ്ടാക്കി കാണിക്കൂ എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഒരു കോശം ഉണ്ടാക്കുന്നതാണ് അത്ഭുതകരമായിട്ടുള്ളത്. കാരണം കോടിക്കണക്കിന് കോശം ചേരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ഒരു തുള്ളി എങ്ങനെയാണ് കുളമാകുന്നത്. പറയുന്ന വിഷയം കേക്ക്. അപ്പൊ അവിടെ ഒരു കാര്യമില്ലാത്ത കാര്യം ചോദിച്ചു. പല തുള്ളി ചേർന്നിട്ട് കാര്യമുള്ളല്ലേ സാറ് പറഞ്ഞാണ് മനുഷ്യനുണ്ടാക്കുന്ന വലിയ കാര്യമില്ല. ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യനുണ്ടാക്കുന്ന വലിയ കാര്യമാണ്. അത് ഉണ്ടാക്കിയ ഒരു വ്യക്തിയോട് വെറുതെ മിണ്ടിയാൽ ഇത് മനസ്സിലാകാതെ പോകും, പറയുന്നത് പോലും മനസ്സിലാകാതെ. ഞാൻ പറയുന്നത് പല തുള്ളി ചേർന്ന് എങ്ങനെയാണ് ഒരു കുളമാകുന്നത്, പല കുളം എങ്ങനെ ചേർന്നാണ് കടലാകുന്നതെന്ന് നമ്മൾ പറയുന്നത് പോലെ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഈ വെള്ളത്തിനകത്ത് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കടലിന്റെ വലിപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ കൊച്ചു വെള്ളത്തിലില്ല. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ജീവി സങ്കീർണമായ ഒരു ജീവിയാണ്. നമുക്ക് ആദ്യത്തെ ജീവനെ ആദ്യത്തെ കോശം ഒരു ജീവൻ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തിയാൽ ബാക്കി കോശങ്ങൾ ചേർക്കുമ്പോൾ എങ്ങനെയാണ് പുത്തൻ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. അത്രേ ഉള്ളതിനകത്ത്. അത് ഈ 2026 എന്താ കണ്ടെത്താത്തന്നെ? 2026 അല്ല ഈ ലോകത്ത് ആദ്യം ഉള്ളതെന്ന് എങ്കിലും അറിയണം. 450 കോടി വർഷമായ ഒരു ലോകത്തിരുന്നുകൊണ്ട് 2026 എന്ന് പറഞ്ഞാൽ കോന്തം മനുഷ്യന്മാരുണ്ടാക്കിയതാണ് വർഷം. 2026 എല്ലാം മാറ്റി. ഇത്രയും ശാസ്ത്രം വികസിച്ചതിന്റെ അങ്ങേറ്റത്ത് വികസിച്ച സമയമല്ലേ ഇത്? 2000 ശാസ്ത്രം വികസിച്ച പോലെ അല്ല 2024 ശാസ്ത്രം. ഫോൺ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ നിന്ന് ഇത്രത്തോളം വലിയ വികസനം സംഭവിച്ചില്ല. അപ്പൊ എല്ലാ കാര്യത്തിലും വികസനം സംഭവിച്ചിട്ടില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് 13.8 ബില്യൺ ഇയർ അത്രയും വർഷം എടുത്തിട്ടാണ് ജീവൻ ഒക്കെ ഉണ്ടായത് ഈ പ്രപഞ്ചത്തിനകത്ത്. നമുക്കറിയുന്നത് ഭൂമിക്കകത്ത് തന്നെ അത് ഇയാൾ വിശ്വാസിക്കുന്നില്ല. എനിക്ക് അറിയാവുന്ന കാര്യമാണ്. 450 കോടി വർഷം കൊണ്ടാണ് ഭൂമിക്കകത്ത് ജീവനുണ്ടായി ഇന്ന് നമ്മൾ കാണുന്ന നിലവാരത്തിൽ അത്രയും കാലമെടുത്താണ് ഇതുപോലുള്ള സങ്കീർണ ജീവി ഉണ്ടായത്. അത് മനുഷ്യൻ എന്താ ഉണ്ടാക്കാത്തതെന്ന് ഇയാൾ ചോദിക്കുന്നത്. ഇയാൾ ഈ കാലത്തിനെ പറ്റി ഒന്നും അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ചോദിക്കരുത്. അതാണ് ഈ അസംബന്ധം പിടിച്ച ചോദ്യം. ഈ കാണുന്ന താൻ ഈ ലോകത്തുണ്ടായെന്ന് പറയുന്നതിന് ഇത്രയും കാലം എടുത്താണ് ഇതൊക്കെ ഉണ്ടായത്. അത്രയും പാട് എന്ന് പറഞ്ഞാൽ അത്രയും എന്താണ് ജീവൻ നിലനിൽക്കാൻ തന്നെ വളരെ പാടുള്ള ഒരു പ്രപഞ്ചമാണിത്. കുരങ്ങനിൽ നിന്ന് കുരങ്ങനും കടുവയിൽ നിന്ന് കടുവയും മനുഷ്യനിൽ നിന്ന് മനുഷ്യനും ഉണ്ടാവും. അതല്ലേ സാർ ആത്യന്തികം? അല്ലല്ല, അതല്ലേ മണ്ടന്മാര് പറയുന്ന എന്താ? അങ്ങനല്ല. പൊതുപൂർവികനായി മനുഷ്യനുണ്ടാവും. കുരങ്ങിൽ നിന്നല്ല ലോകത്തുള്ള എല്ലാ ജീവനും ഉണ്ടാവും. അല്ലാതെ കുരങ്ങിൽ നിന്നല്ല മനുഷ്യരുണ്ടാകുന്നത്. കുരങ്ങെന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ഒരു കുരങ്ങിൽ ഒരു വിഭാഗമാണ്, അല്ലാതെ മനുഷ്യൻ വേറെയല്ല. പക്ഷെ അങ്ങനെയല്ല സാർ. എന്നാൽ പോലും കാക്കയിൽ നിന്നല്ലേ കാക്ക ഉണ്ടല്ലോ, പറവുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ അല്ലെന്ന്. നമ്മൾ ഇതിനി കൂടുതൽ നീണ്ടുപോയാൽ ഇത് കൊണ്ടുപോയാലല്ല, അത് ഇയാൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അല്ല എന്റെ വിശ്വാസ പ്രമാണങ്ങൾ സാറിന്റെ വിശ്വാസ പ്രമാണമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കസേര ഈ ഇരിക്കുന്ന പാർട്ടിൽ പരിശോധിച്ചാൽ കിട്ടത്തില്ല. ഇതിനകത്തുനിന്ന് ഉണ്ടായതല്ല കസേര. ഇത് ഇയാൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എമർജന്റ് പ്രോപ്പർട്ടി ഊരിത്തിരിഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ പലത് ചേരുമ്പോഴാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ആ പ്രത്യക്ഷപ്പെടുന്ന കഴിവ് അതിനകത്തിരിക്കുകയല്ല, അത് തമ്മിൽ ചേർന്നാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്ന കഴിവുകളുള്ള സാധനം വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള കഴിവുള്ളത് തമ്മിൽ ചേരുമ്പോഴാണ് പുതിയ അതുവരെ ഇല്ലാതിരിക്കുന്ന ഒരു ഗുണം അവിടെ ഉണ്ടാകും. ഇങ്ങനെയാണ് ലോകം രൂപപ്പെടുന്നത്. ആ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് അതിനനുസൃതമായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അനുകൂലമായ ലോകം ഉണ്ടാക്കാൻ പറ്റും. അല്ല നമ്മൾ ഉണ്ടാക്കുകയല്ല, ഇല്ലാത്തടത്തുനിന്ന് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഉള്ളതിനെ രൂപമാറ്റം വരുത്തുന്നേ ഉള്ളൂ. അനുകൂലമായ രൂപമാറ്റം വരുത്തുമ്പോൾ നമ്മളതിനെ ഇരിക്കാൻ കൊള്ളാവുന്ന കസേരയാവും. അനുകൂലമല്ലാതുണ്ടെങ്കിൽ ഇത് ഇവിടെ തറയൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കും. ഓക്കെ, ഇങ്ങനെയാണത്. ഓക്കെ, ഇനി നീണ്ടു പോയാൽ ഇത് സാറിന്റെയും ഭയങ്കരമായിട്ട് എനിക്കതുകൊണ്ടല്ല, അല്ല ഈ വിഷയം അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പുറത്തിരിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാറ്. അത് ഞാൻ അറിയാനുള്ള അല്ല, താനൊരു വിശ്വാസിയാ.
തനി ഒരു കാലത്തും തനിക്ക് അത് മനസ്സിലാക്കാനൊക്കെ. പക്ഷെ ആ വിശ്വാസിയായിരിക്കുന്നവനെ പല സംബന്ധിച്ചോളം ചോദ്യങ്ങൾ സാറ് കൃത്യമായിട്ട് എനിക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും കൃത്യമായ ഉത്തരവാണ് ഞാൻ പറയുന്നത്. അത് തനിക്ക് കൃത്യമല്ലാതായി പോകുന്നത് തന്റെ തല തറച്ച് അസംബന്ധം പിടിച്ച കാര്യങ്ങളാണ് നിൽക്കുന്നത്. അത് കുട്ടിക്കാലത്ത് തന്നെ ഈ മദ്രസയിൽ വളർത്തിയതാ. കഷ്ടം. അതുകൊണ്ട് മാത്രമല്ല അത്രേ ഉള്ളൂ. മദ്രസയിൽ ഒരിക്കലും അസംബന്ധം അല്ലല്ലോ പഠിപ്പിക്കുന്നത്. അത്ര മാത്രമേ പഠിപ്പിക്കാനൊക്കെ പഠിപ്പിക്കാനൊക്കെ. അങ്ങനെയാണെങ്കിൽ സാർ എനിക്ക് ഉത്തരം തരണമായിരുന്നു. തനിക്ക് ഉത്തരം തരാൻ ചോദ്യത്തിന് സാർ സ്ട്രൈറ്റ് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എന്റെ ഉത്തരം ഇത് കണ്ടോണ്ടിരിക്കുന്ന മുഴുവൻ പേർക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവും. അത് സ്വാഭാവികമായിട്ടും അത് അതുകൊണ്ട് അന്വേഷിക്കുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താണെന്ന്. തനിക്കതിന് ഉത്തരമാകാനായിട്ട് ഞാൻ താൻ ജീവിതത്തിൽ മാറേണ്ടി വരും. അതിൽ താൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അത് സാർ പറഞ്ഞു കേട്ടോ. എനിക്ക് വിശ്വാസം മുന്നോട്ട് അതുകൊണ്ടാണ് അത് 100% പക്ഷെ യോജിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സാർ ഞാൻ അപ്പോഴും ഇല്ല. പിന്നില്ല. അപ്പോഴും സാർ തനിക്ക് മനസ്സിലാകാനായിട്ട് താല്പര്യമില്ലാത്ത ആളാണ്. അല്ല അങ്ങനെയല്ല സാർ. ഞാൻ ലോജിക്കായിട്ട് ചോദിച്ച ഈ ലോജിക്കായിട്ട് അല്ല കേക്ക് 2026 ആയിട്ടും ഇതുവരെ 2026 ആയിട്ടും ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയാത്ത ശാസ്ത്രത്തെക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സാർ പറഞ്ഞ പോലെ 1700 ട്രില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് തെറ്റെന്ന് ഞാൻ ചോദിക്കുന്നത്. ശാസ്ത്രത്തെക്കാൾ വലുതപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ്. ഇതുപോലുള്ള അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ എങ്ങനെ അതല്ലാതെ അണ്ടത്തിന്നും ബീജത്തിന്നും എന്തായാലും മനുഷ്യനുണ്ടാവുള്ളൂ. അപ്പൊ അണ്ടവും ബീജവും ഉള്ളൊരു മനുഷ്യനും സ്ത്രീ ഉണ്ടാവുമെന്ന് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടും തന്നെ ഈ പഴയ സ്ഥലത്ത് നിൽക്കുന്നത് എന്റെ വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയായിട്ട് സത്യത്തിൽ ഞാൻ സംസാരിച്ചുകൂടാത്തതാണ്. അല്ല അങ്ങനെ തന്നെയാണ്. കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുക എന്ന് പറയും. മൂട് പോയ കുടത്തിൽ വെള്ളം ഒഴിക്കുക. ഇത് 2 പണിയാണ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ അത് തന്നോട് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് അറിയാത്തതല്ല. എന്റെ കഴിഞ്ഞ തവണ ഞാൻ അനുഭവിച്ചത് അത് അറിയാത്തതല്ല. പക്ഷെ താനെ ഇത് കൊണ്ടുപോയി കാണിക്കുന്ന മനുഷ്യർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. തീർച്ചയായും അവിടെ വേറെ വിവരമുള്ള മനുഷ്യരിപ്പുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ മിണ്ടുന്നത്. തനിക്ക് വേണ്ടിയല്ല. തന്നെ ഒരു കാലത്ത് മനസ്സിലാക്കാനൊക്കത്തില്ല. കാര്യം തനിക്ക് അത് ആവശ്യമില്ല. ആ അറിവ് തനിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനൊരു വിശ്വാസിയാണ്. അത് അങ്ങനെ തന്നെയാണ്. തീർച്ചയായും വിശ്വാസം ഉണ്ടെങ്കിൽ തന്റെ വീട്ടില് അവിടെയൊക്കെ വല്ലവരുടെ നിന്ന് കാശടിച്ച് മാറ്റാന്നുള്ള വിചാരം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അത്രേ ഉള്ളൂ. അച്ഛന്റെ ഒക്കെ വീട്ടിൽ പോയി അവരുടെ സ്വത്തൊക്കെ അടിച്ച് ജീവിക്കാൻ പറ്റും വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് മാത്രമുള്ള വിശ്വാസം എനിക്കുള്ളൂ. അങ്ങനെയൊന്നുമില്ല. വിശ്വാസം എന്ന് പറയുന്ന ഓരോ ഇതിനകത്ത് ഈ വിശ്വാസിയായിട്ടിരിക്കുന്നത് വഴി തന്റെ നാട്ടിനകത്ത് താൻ നല്ല ആളാകാൻ പറ്റുമെന്ന് അറിയുന്നത് കൊണ്ടും തനിക്ക് നല്ല പെണ്ണിനെ കിട്ടുമെന്നുള്ളത് കാരണം കൊണ്ട് തന്റെ അമ്മയും അച്ഛനും തന്നെ സ്വത്ത് തരുമെന്നുള്ളത് കൊണ്ട് മാത്രം വിശ്വാസിയായിട്ടിരിക്കുന്ന ആളാ. അല്ലാതെ ഒന്നുമില്ല. അങ്ങനെ സ്വന്തം കാര്യം നോക്കുന്നവനെന്നുള്ള നിലവാരത്തിലുള്ള വിശ്വാസികളെ ഈ ലോകത്തുള്ളൂ. അല്ല അതെന്താ ദൈവവിശ്വാസം എന്ന് പറയുന്ന ഓരോ രീതിയിലാണ് സാർ. അത് ഇപ്പൊ നമ്മള് ഞാനിപ്പം 5 വക്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ചോദിച്ചാൽ അല്ലാന്ന് വേണ്ടി പറയേണ്ടി വരും. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ നിസ്കരിക്കുന്നത്. പക്ഷേ ഞാൻ സൗകര്യപൂർവ്വം തനിക്ക് തന്റെ വീട്ടുകാരും നാട്ടുകാരും തനിക്ക് പരിചയമുള്ളവരും തന്നെ ഉപേക്ഷിക്കാതിരിക്കാനുള്ള ടെക്നിക്ക് എന്നുള്ള നിലവാരത്തിലാണ് തന്റെ വിശ്വാസം. വേറെ ഒന്നും അതല്ല. ഞാൻ ആത്യന്തികമായിട്ട് ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. ഒരു വിശ്വാസം എനിക്കില്ല.